ഭാരതത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്താണ് എന്ന് നേരത്തെ ഉദ്ഘാടകയും അതേപോലെ പ്രധാന അതിഥിയായി ഇവിടെ എത്തിയ ഭാസ്കരൻ സാർ നമ്മളോട് പറഞ്ഞു. അത് ആധ്യാത്മികതയാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടേതായ ജ്ഞാന പാരമ്പര്യമാണ് എന്ന് വ്യക്തം. ആ കേന്ദ്ര പ്രമേയത്തിൽ നിന്ന് ഭാരതം 1001 കാരണങ്ങളെ കൊണ്ട് അകന്നു മാറിയതാണ് നാം നേരിടുന്ന പ്രശ്നം എന്ന് വിശദീകരിച്ച, വിശകലനം ചെയ്ത് അവതരിപ്പിച്ച ഒട്ടനവധി മഹാത്മാക്കൾ നമുക്ക് മുമ്പേ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആചാര്യ ധർമ്മപാൽ ഭാരതത്തിന് സംഭവിച്ച അപകടം എന്താണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഭാരതീയതയിൽ നിന്ന് പാശ്ചാത്യ വിചാര തന്ത്രത്തിലേക്ക് തെന്നിമാറിയതാണ് നമ്മുടെ CG, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇതിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് CGയെ കുറിച്ച് നല്ല അറിവുണ്ടാവും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഈ ഒരു കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഒരു പാലത്തിനോ ഒക്കെ സ്ഥിരമായ ഒരിടത്ത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ CG എവിടെയാണോ വേണ്ടത് അവിടെ ആയിരിക്കണം, എവിടെയാണോ ഉണ്ടാവേണ്ടത്. ഭാരതത്തിൻ്റെ CG അത് കുറച്ച് നാളുകളായി അത് പാശ്ചാത്യ വിചാരതന്ത്രത്തിലേക്ക്, വൈചാരികതയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അതിനെ തിരികെ കൊണ്ടുവരലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗഹനമായ പഠന ഗവേഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം, പാരമ്പര്യം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ബ്യൂട്ടിഫുൾ ട്രീ ഒക്കെ അദ്ദേഹം എഴുതിയത്. നമ്മുടെ ടെക്നോളജിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സയൻറ്റിഫിക് അഡ്വാൻസ് ഓഫ് ഭാരത്, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭാരതീയ വിചാര കേന്ദ്രവും ആരംഭിച്ചത് അതിനുവേണ്ടിയാണ് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകമായി സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം. അതതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. പേര് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, ടേം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിവിടെ ഭാരതീയ ന്യായവ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച കേൾക്കുകയായിരുന്നു. ഒരു പേര് മാറ്റിയത് ഒഴിച്ചാൽ വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പേര് മാറ്റുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടേംസ് മാറ്റർ. പ്രത്യേകിച്ച് ഒരു വൈചാരിക യുദ്ധത്തിൽ, നരേറ്റീവ് വാറിൽ ഇടപെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേരുകൾ തന്നെയാണ്. നമ്മളിൽ പലരും പറയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്. പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇന്ത്യൻ നോളജ് സെന്റർ എന്നതിൻ്റെ പേരിടാമായിരുന്നല്ലോ, ഇംഗ്ലീഷിലെങ്കിലും. ഞാൻ മലയാളത്തിലെ പേര് ഭാരതീയ വിചാര കേന്ദ്രം ഇരുന്നോട്ടെ. പരമേശ്വർജി വളരെ സ്പഷ്ടമായിട്ടാണ് പേരിട്ടത്, ഭാരതീയ വിചാര കേന്ദ്രമാണ്. സാഹിബന്മാരോട് സംവദിക്കുമ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് നമ്മൾ ഇന്ത്യൻ നോളജ് സെന്റർ എന്ന് പറയാറില്ല, നമ്മൾ പറയുന്നത് ഭാരതീയ വിചാര കേന്ദ്രം എന്നാണ്. അതിലെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ്. മറ്റതിലൊന്നുമില്ല എന്നതുമാണ്. അതിൻ്റെ പഴക്കത്തെക്കുറിച്ചൊന്നും നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ വിഡ്ഢിത്തം പറയുന്നവരൊന്നുമല്ല വിചാര കേന്ദ്രത്തിൻ്റെ പ്രവർത്തകന്മാർ. ഇന്ത്യ എന്നത് പുതിയ പേരൊന്നുമല്ല. അത് വളരെ സെയിൻ്റ് അവസ്ഥ മുതൽ ഇന്ത്യ എന്ന പദം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം അത് ആരിട്ടതാണ് എന്നതാണ്. അത് നമ്മുടെ പൂർവികന്മാരിട്ടതല്ല. ആ കടന്നു വന്ന ഉടമകളായവനാണ് നമുക്ക് ആ പേരിട്ട് തന്നത് ഇന്ത്യ എന്നത്. അവൻ്റെ ഉച്ചാരണ ശുദ്ധി കൊണ്ടോ മെച്ചം കൊണ്ടോ അശുദ്ധി കൊണ്ടോ ഒക്കെ ഇട്ട് തന്നതാണ്. അത് അന്നേ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഭാരതം എന്ന പേര് അത് നമുക്ക് നൽകിയത് നമ്മുടെ പൂർവികന്മാരാണ്. പലവട്ടമല്ല, 1000 വട്ടം ചിന്തിച്ച് ഈ നാടിൻ്റെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്ന പേരാണ്. ഭാസിൽ രതിയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. പ്രകാശത്തിൽ, ജ്ഞാനത്തിൽ രതിയുള്ളവർ, ആനന്ദമുള്ളവർ, അതിനെ പിന്തുടരുന്നവർ. അങ്ങനെയാണ് ആ പേര് വന്നത്. അതുകൊണ്ട് ആ പേരിൽ ഈ പ്രസ്ഥാനവും ആരംഭിക്കപ്പെട്ടു. ഞാനിത് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് എന്തിനെങ്കിലുമുള്ള മറുപടിയായി പറയുന്നതല്ല. ചില കാര്യങ്ങളിൽ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തകന്മാർ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ വിഡ്ഢിത്തമെന്ന് തോന്നിയേക്കാവുന്ന തരത്തിലുള്ള ശാഠ്യം
പുലർത്തണം. ദത്തോപ്പൻ ഹെഗ്ഡെയെ കുറിച്ചുകൂടെ പരാമർശിച്ചില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് അതെ നമ്മൾ വിഡ്ഢികളാണ് എന്നാണ്. ആ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് അത് ചെറിയ പുസ്തക രൂപത്തിൽ വന്നിട്ടുമുണ്ട്. അതായത് എല്ലാവരും ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് നമ്മൾ. ഈ തെറ്റിലേക്കുള്ള മഹാഘോഷയാത്രയ്ക്ക് നെഞ്ചും വിരിച്ച് തല ഉയർത്തി പിടിച്ച് ഒറ്റയ്ക്കാണെങ്കിലും എതിർത്ത് നടക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അതെ വി ആർ ഫൂൾസ്, നമ്മൾ വിഡ്ഢികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ചിലർക്കെങ്കിലും വിഡ്ഢിത്തം എന്ന് തോന്നാമെങ്കിലും ആ വിഡ്ഢിത്തം ഒരു ശാഠ്യം പോലെ തുടരേണ്ടത് ഈ വൈചാരിക യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയാണ്. നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട എത്രയോ ടേംസ് ഉണ്ട് ഇതുപോലെ, നമ്മളെ വിഭജിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അടിച്ചേൽപ്പിച്ചത്. പറയാൻ സുഖമാണ് നമുക്ക്, അതുകൊണ്ട് അത് ആവർത്തിക്കപ്പെടണം. വനമേഖലയിൽ താമസിക്കുന്ന, പർവ്വതങ്ങളിൽ താമസിക്കുന്ന പിന്നാക്കക്കാര് എന്ന് പറയപ്പെടുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ടേമാണ്, അത് ഉപയോഗിച്ചാൽ പോരെ. എന്തിനാണ് അവരെ പ്രിമിറ്റീവ്സ് എന്ന് വിളിക്കുന്നത്? ആരാണ് അവരെ പ്രിമിറ്റീവ്സ് എന്ന് വിളിച്ച് നമ്മളെ പഠിപ്പിച്ചത്? കടന്നു വന്നവൻ, ഉടമകളായവൻ, നമ്മുടെ കണ്ണുകളെ നിറയിച്ചവൻ, നമ്മുടെ അറകളിൽ നിന്നുള്ളതെല്ലാം കവർന്നു കൊണ്ടുപോയവൻ. നമുക്ക് കിട്ടുന്ന, നമ്മുടെ ആ സഹോദരങ്ങൾ കിട്ടുന്ന പേരാണ് പ്രിമിറ്റീവ്സ്. നമ്മളതിന് ഭാരതീയ ഭാഷയിൽ തർജ്ജമ കണ്ടെത്തി, ആദിവാസി. ശരിയായ ട്രാൻസ്ലേഷനാണ്. പ്രിമിറ്റീവ്സിന് ഇതിലും പരം നല്ലൊരു ട്രാൻസ്ലേഷൻ എന്താ കൊടുക്കാനുള്ളത്? വിജയിച്ചത് അവനാണ്, നമ്മളെ വിഭജിക്കാൻ ഉദ്ദേശിച്ചവൻ. അവരാദിവാസികളാവുമ്പോൾ നമ്മൾ ഏത് വാസികളാണ്? ഭിന്നവാസികളോ അതോ വന്നവാസികളോ? സ്വയം മുറിയാൻ, സ്വയം തകരാൻ, സ്വയം വിഭജിക്കപ്പെടാൻ നിന്നുകൊടുക്കണോ? ഇതൊരു വലിയ ചോദ്യമാണ്, ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തകന്മാർ ഇത്തരം ശിബിരങ്ങളിൽ നിന്ന് ആർജിക്കേണ്ട അറിവ്, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഹായുദ്ധമാണ്. ആരെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇതൊരു യുദ്ധമാണ്. ഈ നരേറ്റീവ് വാറിൽ, ഈ കഥനങ്ങളുടെ യുദ്ധത്തിൽ, ആഖ്യാനങ്ങളുടെ യുദ്ധത്തിൽ ടേംസിനെ കുറിച്ച് വളരെയധികം സ്പഷ്ടത പുലർത്തേണ്ടതുണ്ട്. അത് അത്ര ലഘുവായി സരളമായി കാണേണ്ട ഒരു വിഷയം അല്ല എന്ന് സൂചിപ്പിക്കുക. നമ്മുടേതൊരു സാംസ്കാരിക രാഷ്ട്രമാണ്. ലോകത്തങ്ങനെ ഒരു സിവിലൈസേഷണൽ നേഷൻ എന്ന് പറയാവുന്ന രാഷ്ട്രങ്ങൾ നമ്മുടെയൊക്കെ അറിവിൽപ്പെട്ടിടത്തോളം സാധാരണയായി പറയുന്ന രണ്ടേ ഉള്ളൂ സത്യം. അതിലൊന്ന് അതിൻ്റെ സംസ്കാരത്തെ ഇപ്പോൾ ഒരു സസ്പെൻഡഡ് അനിമേഷനിൽ നിർത്തിയിരിക്കുകയാണ്, മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ചൈന. അത് അവരുടെ തന്നെ ചിന്തകന്മാർ പറയുന്നത് അവരുടെ സ്വതസിദ്ധമായ സംസ്കാരത്തെ അവർ ഈ പാർലമെന്ററി ടേമിൽപ്പെട്ട ഒന്നാണ്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗവൺമെൻറ്റുകളൊക്കെ വരുമ്പോൾ പാർലമെൻറ്റിനെ അല്ലെങ്കിൽ അസംബ്ലിയെ ഒരു സസ്പെൻഡഡ് അനിമേഷനിൽ നിർത്തും. അതെ, ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ നിലനിർത്തുന്നത് പോലെ അവരങ്ങനെ നിർത്തിക്കളഞ്ഞു. അവിടെ താവോയിസവും ഷിൻഡോ അല്ലെങ്കിൽ കൺഫ്യൂഷനിസവും ഒന്നും ഇന്ന് പ്രകടമാക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ ഇപ്പോഴും തുടിക്കുന്ന, ശക്തിയോടുകൂടി മിടിക്കുന്ന ആ ഭാരതീയ ഹൈന്ദവ ഹൃദയം, സാംസ്കാരിക ഹൃദയം ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. അതൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെയുള്ള ഈ സിവിലൈസേഷണൽ നേഷൻ, ഈ സാംസ്കാരിക രാഷ്ട്രം, സംസ്കാരത്തെ കേന്ദ്രമാക്കി വളർന്നു വന്ന ഈ രാഷ്ട്രം, അതൊരു പുതിയ കാലത്തേക്ക് പ്രവേശിക്കുക. ഭാരതം പുതിയ നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു പുതിയ കാലത്തിലേക്ക്, ആ പുതിയ കാലസന്ധ്യ ഒരുപോലെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. അതേപോലെ തന്നെ പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നതാണ്, താക്കീതുകളും കൂടി നൽകുന്ന ഒന്നാണ്. കേവലം പ്രതീക്ഷകളുടേതോ സന്തോഷത്തിൻ്റെതോ വിജയത്തിൻ്റെതോ മാത്രമല്ല, ആ വിജയത്തിൻ്റെ ഉല്ലാസങ്ങൾക്കിടയിൽ, ആഘോഷങ്ങൾക്കിടയിൽ ഏത് നിമിഷവും നമ്മുടെ നിലനിൽപ്പിനെ തകർക്കുവാൻ പാകത്തിന് വളർന്നു നിൽക്കുന്ന ദംഷ്ട്രകളോട് കൂടിയിട്ടുള്ള പൈശാചിക സ്വരൂപങ്ങളെയും നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവിടെ സൂചിപ്പിച്ചു, അതായത് ഭാരതത്തിലും ബംഗ്ലാദേശിലെ പോലെ വരുത്താൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവരുടെ ഈ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ്. കാരണം ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, 56 ഇഞ്ച് നെഞ്ചളവുള്ള ഒരാൾ തലയുയർത്തി പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നടക്കില്ല എന്ന്. പ്രതീക്ഷ നല്ലതാണ്, പക്ഷേ
ആത്മവിശ്വാസം ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നാൽ ഈ മൈക്കൽ ഹോഫിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രഖ്യാപനമുണ്ട്, ഒരു കോട്ടുണ്ട് മൈക്കൽ ഹോഫിൻ്റെ. അതായത് ഹാർഡ് ടൈംസ് മേക്ക് ഗുഡ് മെൻ ഓർ സ്ട്രോങ് മെൻ. സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈം. ഗുഡ് ടൈം ക്രിയേറ്റ് വീക്ക് മെൻ. വീക്ക് മെൻ അഗൈൻ ക്രിയേറ്റ് ഹാർഡ് ടൈം. സാറിന് പറയാറില്ലേ ബാക്ക് ടു സ്ക്വയർ? ഇതൊരു പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. അതായത് വിഷമകരമായ ദുരന്തപൂർണമായ കാലഘട്ടം എപ്പോഴും കരുത്തന്മാരെ സൃഷ്ടിക്കും. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ എന്നോ ദയാനന്ദ സരസ്വതി എന്നോ ലോകമാന്യ തിലകനെന്നോ ഡോക്ടർ ഹെഡ്ഗവാർ എന്നോ ഭഗത് സിംഗ് എന്നോ ഗുരുജി ഗോൾവൽക്കർ എന്നോ ഒക്കെ പറയുന്ന കരുത്തന്മാർ ആ ദുരന്തത്തിൻ്റെ കാലത്ത് അവതരിച്ചു. അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ആ സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈം. അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പുലരി ഉയരുന്നതായി നമുക്ക് തോന്നുന്നു. പക്ഷേ കരുതലുകൾ ഇല്ലെങ്കിൽ ആ പുതിയ നല്ല ഈ കാലം, ഈ നല്ല ഉദയത്തിൻ്റെ കാലത്ത് നമ്മൾ പരസ്പരം പുറത്തു തട്ടി സഭാഷ് നീ നല്ല ടീമാണ്, കഴിഞ്ഞ പ്രാവശ്യം 182 പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പഠന ശിബിരത്തിന്, ഈ തവണ 234 പേര് വന്നു, ഗംഭീരമായി എന്ന അന്യോന്യം പുറത്തട്ടുകയും ഇന്നോളമുള്ള വിചാരകേന്ദ്രത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ വ്യവസ്ഥാപിതമായ ഒരു ശിബിരം നടത്തിയതിന് അരവിന്ദാക്ഷൻ സാറിനെയും ജോയ് സാറിനെയും ഒക്കെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്, അഭിനന്ദിക്കേണ്ടതാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുമാത്രം ചെയ്യുമ്പോൾ ചിലപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നതല്ല, ഈ നല്ല കാലം, ഈ നല്ല അഭിനന്ദനങ്ങളുടെ സമയം വിൽ ക്രിയേറ്റ് വീക്ക് മെൻ. ഈ അഭിനന്ദനം കേട്ടില്ലെങ്കിൽ പിന്നെ അവർ പ്രവർത്തിക്കുകയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ വരും. അപ്പം അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ മൈക്കൽ ഹോഫ് പറയുന്നത് അതിൽ നിന്ന് ദുരന്തകാലം പുനരവതരിക്കപ്പെടും. അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന ഈ ലോക്സഭാ ഇലക്ഷനിൽ ഭാരതം മുഴുവൻ നമ്മൾ കണ്ടതുമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. 2021 ക്രിസ്റ്റഫർ ജെഫർലോട്ട് അമേരിക്കയിലോ എവിടെയോ പാശ്ചാത്യ നാടിൻ്റെ ഏതോ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മൂലയിലിരുന്ന് അതീവ ഗഹനവും അതീവ സങ്കീർണവുമായ അയാളെന്ന് പറയുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ എന്തുകൊണ്ടാണ് ഈ ഭാരതീയർക്ക് കാസ്റ്റ് സെൻസസിൻ്റെ അപകടം മനസ്സിലാവാത്തത്, വേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാവാത്തത്, അതില്ലാത്തതിൻ്റെ അപകടം മനസ്സിലാവാത്തതെന്ന് എഴുതിയത് 21 വൈചാരിക പ്രസ്ഥാനം എന്ന നിലയിൽ. ഞാനിപ്പോൾ ഇതുവരെ എല്ലാം നന്നായി നടന്ന് ഇപ്പോൾ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുകയല്ല. നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രജ്ഞാപ്രവാഹം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ലേഖനം പറഞ്ഞു, വിദേശ നാട്ടിൽ ഏതോ യൂണിവേഴ്സിറ്റിയുടെ ഏതോ ഇരുണ്ട മൂലയിലിരുന്ന് അതിസങ്കീർണമായ ഭാഷയിൽ കോംപ്ലക്സ് ലാംഗ്വേജിൽ എഴുതിയ കാസ്റ്റ് സെൻസസിൻ്റെ ലേഖനം ജാർഖണ്ഡിലെ വിദൂര വനവാസി ഗ്രാമങ്ങളിൽ പോലും ഊരുകളിൽ പോലും 3 മാസത്തിനുള്ളിൽ ചർച്ചയായി. ആരാണത് ചർച്ച ചെയ്യിപ്പിച്ചത്? ആരാണ് ആ ലേഖനം ഈ വനവാസി ഭാഷയിലേക്ക് കൂടി തർജ്ജമ ചെയ്ത് ചർച്ചയ്ക്ക് പരുവപ്പെടുത്തിയെടുത്തത്? എങ്ങനെയാണവർ പിന്നീട് നടന്ന സെൻസസിൻ്റെ സമയത്ത്, അവിടെ നടന്ന സെൻസസിൻ്റെ സമയത്ത് ഹിന്ദുക്കളല്ല ഞങ്ങൾ മൂലവാസികളാണ്, ഞങ്ങൾ സർണകളാണ് എന്നെഴുതിയത്? എങ്ങനെയാണവർ ലക്ഷങ്ങളടങ്ങുന്ന വലിയ സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് കാസ്റ്റ് സെൻസസ് വേണം എന്ന്? ആരാണതിൽ പ്രവർത്തിച്ചത്? ഇപ്പം ഇത്തരമൊരു വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ആ ജെഫർലോട്ടിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് ഹെൻറി ലീസും ജോർജ് സൊറോസും, ഹെൻറി ലീസ് ഫൗണ്ടേഷനും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ഒക്കെ ചേർന്ന് ഭാരതത്തിൻ്റെ ലോകസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം എന്ന് എവിടെയോ ഇരുന്ന് അവർ തീരുമാനിച്ചു. ഈ ഭൂമിയുടെ ഏതോ മൂലയിലിരുന്ന് അവർ തീരുമാനിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിലൂടെ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നല്ല കാലം വേണ്ട കരുതലോടെ ജീവിക്കുന്നില്ലെങ്കിൽ അതിൽ വളരെ ദുർബലരുണ്ടാവുകയും ആ ദുർബലരിലൂടെ കാലം വല്ലാതെ അപകടകരമായി തീരുകയും ചെയ്യും, ദുരന്തപൂർണമായി തീരുകയും ചെയ്യും എന്ന താക്കീത് കൂടി തരുന്നുണ്ട് ഈ നല്ല കാലം. ശരിക്കും അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ വസ്തുതയാണ്. ഈ ഉദയം ഇങ്ങനെ എല്ലാം ദുരന്തപൂർണമൊന്നുമല്ല, വളരെ ആഹ്ലാദകരവും ആവേശകരവുമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ
പലവട്ടം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ചിലർക്കൊക്കെ തോന്നി നിങ്ങൾക്ക് ഈ കവി മാത്രമേ ഉള്ളൂ, ഈ കവിത മാത്രമേ ഉള്ളൂ എന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഒരു പക്ഷേ വേർഡ്സ്വർത്തിൻ്റെ പ്രസിദ്ധമായ പ്രിയൂഡുണ്ട്. റിക്ലൂസ് എന്ന് പറയുന്നതായ ദീർഘകവിതയ്ക്ക് ആദ്യ ഒരു ആമുഖ കവിത എന്നവണ്ണം എഴുതിയതാണ്. പേരദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തല്ല ഇട്ടത്, മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇട്ട പേരാണ് പ്രിയൂഡ്. ആമുഖമെന്നോ ഇൻട്രൊഡക്ഷൻ എന്നോ ഒക്കെ പറയാവുന്നതാണ്. അതിലെ 2 വരിയാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. ഈ നല്ല കാലം, ഈ നല്ല ഉദയം കാണുമ്പോൾ, ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദാറ്റ് ഡോൺ ടു ബി അലൈവ്. ഈ പ്രഭാതത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു ആഹ്ലാദകരമായ അനുഗ്രഹീതമായ ഒന്നാണ്. രണ്ടാമത്തെ ഭാഗം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഇവിടെയും മുഴുവൻ പ്രായമുണ്ട്. പ്രായം എന്ന് പറയുന്നത് ഒരു അക്കമല്ല എന്ന് പറയും. പക്ഷേ എന്നാലും അവിടെയും അനവധി കാണുന്നില്ല. ഈ കൂട്ടത്തിലും അടുത്ത വരിക്ക് പറ്റിയ ആൾക്കാർ. ബട്ട് ടു ബി യങ് വാസ് വെരി ഹെവൻ. ആ കാലഘട്ടത്തിൽ യുവാക്കളായിരിക്കാൻ കഴിയുക അത് സ്വർഗതുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആത്മകഥാപരമായ അദ്ദേഹത്തിൻ്റെ ആ കവിത, ഫ്രഞ്ച് റവല്യൂഷൻ ഉയർത്തിവിട്ട അത്യുജ്വലമായ പ്രതീക്ഷകളെ കുറിച്ച് എഴുതപ്പെട്ട ആ കവിത, ലോകം മുഴുവൻ നന്മയിലേക്ക് നയിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഉണർത്തുന്ന ആ പ്ലൂഡ് എന്ന കവിത. ഇവിടെ നമ്മുടെ മുമ്പിലും ഇത്തരം നല്ല ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ നൂറ്റാണ്ട്, ഈ കാലം നമ്മുടെ മുമ്പിൽ തരുന്നത്. ഏറ്റവും പ്രധാനം എന്താ? ഈ വർഷം ആദ്യം തന്നെ നടന്ന രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ. ആ കാലത്ത് ജീവിക്കുന്ന നമുക്കൊരു പക്ഷേ അതൊരു സുന്ദരമായ ഒരു അവിസ്മരണീയമായ മുഹൂർത്തമാണെന്ന് എത്ര കണ്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രയോ കാലങ്ങളായി തുടർന്നു പോകുന്ന അതിനിശ്ചിതമായ സമരത്തിൽ, ആ സമരത്തിൻ്റെ അവസാനം കാലങ്ങളായി അനുഭവിച്ചു പോകുന്ന ഒരു കളക്റ്റീവ് ആഗണി, ഒരു കളക്റ്റീവ് ബ്ലിസ്സായി പരിണമിച്ച ഒരു മുഹൂർത്തം, ഒരു ശുഭമുഹൂർത്തം. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധി പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ദിനം. 1947 ആഗസ്റ്റ് 14, 15 അർദ്ധരാത്രി പോലെ അത്ര കണ്ട് ശുഭകരമാണ്, അത്ര കണ്ട് ഓർമ്മിക്കപ്പെടേണ്ടുന്നതാണ്, അത്ര കണ്ട് നമ്മുടെ ചരിത്രത്തിൽ will go down in deep into the history. അത്തരമൊരു മുഹൂർത്തമായിരുന്നു അത്. ആ എത്രയോ കാലങ്ങളായി തലമുറകളായി എടുത്തു പോകുന്ന ഒരു വലിയ ശപഥത്തിൻ്റെ പൂർത്തീകരണമാണ് സംഭവിച്ചത്. ഇത് ലോകത്ത് മറ്റെവിടെയെങ്കിലും അനവധി സമാന്തരങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമൃതകാലത്തിലേക്ക്, ഇവിടെ പലവട്ടം സൂചിപ്പിച്ച ആ പുതിയ കാലത്തിൻ്റെ ഐശ്വര്യങ്ങളിലേക്കുള്ള ഗോപുരവാതിൽ തുറക്കുന്ന മുഹൂർത്തമാണ് അത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒന്നാണ്. ഈ ഒരു സംഭവം ഒരു ഉദാഹരണമായിട്ടൊരു പ്രതീകമായി പറഞ്ഞുകൊണ്ട് ഇത്തരം ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഭാരതത്തിൽ. ഭാരതം മറ്റൊരു നവോത്ഥാനം എന്ന് പറയുമ്പോൾ, നവോത്ഥാനങ്ങളുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് തോന്നും നവോത്ഥാനം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഭാരതത്തിലെങ്കിൽ നമ്മുടെ നാട് നവോത്ഥാനങ്ങളുടെ നാടാണ്. എപ്പോഴെപ്പോഴെല്ലാമാണോ അധർമ്മം തലയുയർത്തപ്പെടുന്നത് അപ്പോൾ അവതാരം ഉണ്ടാകുമെന്ന് ഭഗവാൻ തന്ന ഉറപ്പ്, അത് നവോത്ഥാനങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഭാരതം നിലനിന്നേ മതിയാവുകയുള്ളൂ, ഭാരതം ഉണർന്നേ മതിയാവുകയുള്ളൂ. കാരണം ഭാരതം നിലനിൽക്കുന്നത് പ്രകാശത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് പ്രകാശം എതുവരെ വേണം? എപ്പോൾ വരെ ലോകത്ത് ഇരുട്ടുണ്ടോ അപ്പോൾ വരെ പ്രകാശം വേണം. ഭാരതം നിലനിൽക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതം നിലനിൽക്കുന്നത് ലോകത്തെ മുഴുവൻ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശിരസിൽ എഴുതി തന്ന് ഭഗവാൻ അയച്ചത് ആ ഒരു ലിഖിതമാണ്. കൃണ്വന്തോ വിശ്വമാര്യം. ലോകത്തെ ശ്രേഷ്ഠമാക്കി ചെയ്യുന്നതിനാണ് ഈ രാഷ്ട്രം പിറന്നു വീണിട്ടുള്ളത്. ഈ നവോത്ഥാനങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് മഹർഷി അരവിന്ദൻ പറയുന്നത്, അതിന് ധർമ്മം എപ്പോഴും കേന്ദ്രബിന്ദുവായി ഇരിക്കണം എന്നാണ്. ഇപ്പം രാമജന്മഭൂമിയിലെ ആ ക്ഷേത്രപ്രതിഷ്ഠയും ക്ഷേത്ര നിർമ്മാണവും നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആധ്യാത്മികതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാനുള്ള കാരണം, ഒരു സാംസ്കാരിക രാഷ്ട്രത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രബിന്ദുവായി ധർമ്മമായിരിക്കണം എന്നതാണ് വസ്തുത. അരബിന്ദോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്
റെനേസൻസിനെ കുറിച്ച് എഴുതുമ്പോൾ explains that a renaissance in Bharat means first the recovery of the past spiritual knowledge in all its fullness, then the outpouring of this spirituality into new forms in all aspects of the country's life, and lastly an original grasp of modern problems from a Bharatiya temperament and intellect. അതുകൂടി ആവശ്യമാണ്. ആധുനികമായ പ്രശ്നങ്ങൾ, നവീനങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ ഈ ഭാരതീയ ധാർമ്മിക ആധ്യാത്മിക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരു പിടിപ്പ് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിന് ഉണ്ടാകണം. അതാണ് നവോത്ഥാനം. അതിൻ്റെ കേന്ദ്രം ധർമ്മം തന്നെ ആയിരിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ മഹർഷി അരവിന്ദൻ പറയുന്നു, ഇന്ത്യൻ കൾച്ചർ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ബീയിങ് മോഡേൺ വിത്തൗട്ട് ലോസിങ് ഇറ്റ് സെൽഫ്. മോഡേൺ ആവുകയും വേണം. വിചാരകേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് കേവലമല്ലാതെ, എന്നാലും കേവലം എന്നുള്ള പദം പ്രയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പദങ്ങളുടെ പോരായ്മ കൊണ്ട് ഇത്തരം ചില അബദ്ധങ്ങൾ ആവർത്തിക്കൊണ്ടിരിക്കും. കേവലമായ ധാർമ്മിക മൂല്യങ്ങൾ മാത്രമല്ലെന്നാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ടാണ് ധാർമ്മികം കേവലമല്ലല്ലോ. അതുകൊണ്ട് ഏതായാലും അതിനെക്കുറിച്ച് മാത്രം, പഴയതിനെക്കുറിച്ച് മാത്രമല്ല ഭാരതം കൈകാര്യം ചെയ്യുന്നത്. ഭാരതം പറയേണ്ടത്, വിചാരകേന്ദ്രം പറയേണ്ടത്, വിചാരകേന്ദ്രം അത്യന്താധുനികമായ സമസ്യകളെയും നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും പരിഹരിക്കപ്പെടേണ്ടുന്നതാണെങ്കിൽ പരിഹരിക്കുകയും ചെയ്യണം. ഓൺ ദ വെരി ബേസിസ് ഓഫ് അവർ സ്പിരിച്വൽ ബേസിസ്. ബീയിങ് മോഡേൺ വിത്തൗട്ട് ലൂസിങ് ഇറ്റ് സെൽഫ്. നമ്മുടെ സ്വത്വത്തെ കളഞ്ഞു കുളിക്കാതെ നമുക്കതിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കണം. ഞാൻ ദീർഘമായ അനേകം ബിന്ദുക്കളെ കുറിച്ച് ഈ സമയത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പഠന വിഷയമാക്കേണ്ടുന്ന ചില ബിന്ദുക്കൾ കേവലം പറഞ്ഞു മാത്രം പോകുന്നു, ഒന്ന് സൂചിപ്പിച്ചു മാത്രം പോവുകയാണ്. നമ്മുടെ ഈ മുന്നേറ്റത്തിന് സത്യത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു, അവരുടെ മുന്നേറ്റത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ആഘോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ മുഹൂർത്തമാണ് ഇത് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ അതിന് പെർഫെക്റ്റ് ഫൗണ്ടേഷണൽ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് അനേകം ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ മാർഗത്തിലൂടെ ആണെങ്കിൽ ഭാരതം വിശ്വശക്തിയായി മാറും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ഇതുവരെ വിശദീകരിച്ച കൾച്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ കണ്ടന്റ് തന്നെയാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരികവും ദാർശനികവുമായ ഉള്ളടക്കം തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ ഇത്തരം വേദികളിലൊക്കെ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ് ഹൂസിങ് എന്ന് പറയുന്ന അമേരിക്കയിലെ ചൈനീസ് അംബാസഡറായിരുന്ന വലിയ പണ്ഡിതനായ ചൈനക്കാരൻ. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്ത്യ കോൺകേർഡ് ആൻഡ് ഡോമിനേറ്റഡ് ചൈന കൾച്ചറലി ഫോർ 20 centuries വിത്തൗട്ട് എവർ ഹാവിങ് ടു സെൻഡ് എ സിംഗിൾ സോൾജിയർ അക്രോസ് ഹർ ബോർഡർ. അതിർത്തി കടത്തി ഒരു സൈനികനെ പോലും അയക്കാതെ 20 നൂറ്റാണ്ടുകൾ ഭാരതം ചൈന വാണു, ചൈനയെ ഭരിച്ചു എന്ന് പറയുന്നത് ചൈനക്കാരനായ മഹാപണ്ഡിതൻ ഹൂസിങ് അമേരിക്കയുടെ അംബാസഡറായിരുന്ന വ്യക്തിയാണ്. എന്തിൻ്റെ ബലത്തിലാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്? അത് നമ്മുടെ ഇവിടെ അധ്യക്ഷനും അതേപോലെ ഉദ്ഘാടകയും ഒക്കെ പറഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ദർശനത്തിൻ്റെയും ബലം കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല ഇന്ന് നമ്മൾ അഭിമാനകരമായി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ തരുന്ന മേഖല വിദ്യാഭ്യാസത്തിൻ്റെതാണ്. ഈ വൈചാരിക മേഖലയാണ്, അറിവിൻ്റെ മേഖലയാണ്. വളരെ മുമ്പേ മുന്നേറേണ്ടിയിരുന്നതാണ്. മുന്നേറാനുള്ള എല്ലാ അടിത്തറ ഉണ്ടായിട്ടും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വേദനയോടെ നമ്മൾ ഈ ഘട്ടത്തിൽ സ്മരിക്കുന്നുണ്ട്. പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ വന്നതിന് ശേഷം ആ വിദ്യാഭ്യാസ നയത്തിന് അധിഷ്ഠിതമായി ഒരു സ്ട്രക്ചർ, പുതിയ പുസ്തകങ്ങളുടെ സ്ട്രക്ചറൊക്കെ രൂപീകരിച്ചു തുടങ്ങുമ്പോൾ നാളെ ആ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന പരിവർത്തനത്തെക്കുറിച്ച് ശരിയായ വിദ്യാഭ്യാസ ചിന്തകന്മാർ വളരെ ആശയോടുകൂടി നോക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിലാദ്യം തന്നെ NEP-യിൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഒരു ഭാരത കേന്ദ്രിതമായ വിദ്യാഭ്യാസ നയമാണെന്നാണ്.
അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഭാരത കേന്ദ്രിതമായിരുന്നില്ലേ ഇതുവരെയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ എന്ന് ചോദിച്ചാൽ 75 വർഷങ്ങളായി തുടർന്നു പോകുന്നത് ഏത് വിദ്യാഭ്യാസ നയമാണപ്പോൾ? വിദേശ വിദ്യാഭ്യാസ നയമായിരുന്നു ആണെന്ന് വേണം കരുതാൻ. NEP തുറന്ന് ആദ്യ ഭാഗത്ത് തന്നെ കാണാം, ദിസ് ഈസ് എ ഭാരത് സെൻട്രിക് പോളിസി എന്നാണ്. അങ്ങനെയുള്ള പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഭാരതം ഒരു വിശിഷ്ടമായ ദിശയിലേക്ക് മുന്നേറുകയാണ്. അവിടെ ഭാരതീയ ജ്ഞാന പരമ്പരയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഉദ്ഘാടക നമ്മുടെ മുമ്പിൽ വെച്ച ആ തത്വങ്ങളൊക്കെ, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല കേരളത്തിൽ അതൊക്കെ എത്രപ്പെട്ട് നടപ്പാക്കപ്പെടും എന്ന് അറിയില്ല. അതോ ഇപ്പോഴും ലോകം കണ്ടുപിടിച്ചത് റഷ്യക്കാരനായ ഇന്ന സഖാവാണ്, ചൈനക്കാരനായ ഇന്ന സഖാവാണ് ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു മാർക്സിയൻ വിദ്യാ ദർശനമുണ്ട്. അതുതന്നെ ആയിരിക്കുമോ വീണ്ടും തുടരുന്നത്? കണ്ണൻ തിരികെ വരികയോ അതോ ഞാവൽപ്പഴം തന്നെ അവിടെ തന്നെ ഉണ്ടാവുമോ? അക്കിത്തത്തിൻ്റെ കവിതയിൽ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഭാരതം മുഴുവൻ ഒരു മാറ്റത്തിന് അങ്ങനെ തയ്യാറെടുക്കുകയാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മേഖല, സമയം ഏതാണ്ട് തിരികെയാണ്. ജോയ് സാർ കൈവക്കണ്ട, ഞാൻ നിർത്തിക്കോളാം. മുന്നിൽ തന്നെ ഇരിക്കുന്ന അതിനുവേണ്ടി നമ്മുടെ സാമ്പത്തിക പുരോഗതി, എക്കണോമിക് ഗ്രോത്ത്. ആ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും നമ്മളിവിടെ പല ചർച്ചയൊക്കെ ചെയ്തു. ഞാനതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് 5ാമത്തെ മഹാശക്തിയായി, സാമ്പത്തിക ശക്തിയായി ഭാരതം മാറി. ഭാരതത്തിൻ്റെ നാണയം ഇന്ന് ചുരുങ്ങിയത് 18 രാഷ്ട്രങ്ങളുടെ വിനിമയ നാണയമായി മാറിക്കൊണ്ടിരിക്കുന്നു, കറൻസിയായി മാറിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് ഇടപെടാവുന്ന. അമേരിക്കയ്ക്ക് ദേഷ്യം വരാൻ വേറെ വല്ലതും വേണോ? എപ്പോഴാണോ ഡോളറിനെതിരായിട്ട്, ഡോളറിസത്തിനെതിരായിട്ട് എന്ന് വെച്ചാൽ അമേരിക്കനിസത്തിനെതിരായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രമോ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ തല ഉയർത്തുന്നത്, അയാളെ എന്തൊക്കെ പറഞ്ഞിട്ട് കൊന്നിട്ടുണ്ടാവും, ഏതൊക്കെ കാരണം പറഞ്ഞിട്ട് ആ രാഷ്ട്രത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ പ്രശ്നത്തിൽ തന്നെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ബംഗ്ലാദേശിലെ ഭരണാധികാരിയും ഒരു പരിധിവരെ അമേരിക്കയുടെ ആ ആധിപത്യ സ്വഭാവത്തെ, ഡോളറിസത്തിൻ്റെ കടന്നുവരവിനെ ചെറുക്കുവാൻ സന്നദ്ധയാവുകയും ഭാരതത്തോട് സഹകരിക്കാൻ സന്നദ്ധയാവുകയും ചെയ്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ചൈനയോ പാകിസ്ഥാനോ എന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക പറഞ്ഞുവിട്ട പാകിസ്ഥാൻ്റെ പിണിയാളുകളായ ജമായത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ മുഖ്യമായ കാരണം അത് അമേരിക്കയുടെ ആധിപത്യ സ്വഭാവത്തിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന് തയ്യാറായി എന്നത് തന്നെയാണ്. ഭാരതം ഏതായാലും ആരോടും വെല്ലുവിളിച്ചിട്ടൊന്നും അല്ലെങ്കിലും ഭാരതത്തിൻ്റെ ശക്തി വളരുന്നത് ആ ദിശയിലാണ്. 3 വർഷത്തിൻ്റെ ഉള്ളിൽ $5 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയായി ഭാരതം 3ാമത്തെ സ്ഥാനത്തേക്ക് വളരാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ നിലയിലേക്ക് വളർന്നു പോവുകയാണ്. അതിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമുക്കതിനുള്ള ബേസ് ഉണ്ട്. വെറുതെ ഉണ്ടാവുന്നതല്ല. ഒരു പുതുപ്പണക്കാരൻ്റെ ആവേശമല്ല ഇത്. അങ്ങനെയുണ്ടല്ലോ ചില, അങ്ങനെയല്ല. അതിൻ്റെ അടിത്തറയുണ്ട്. നമ്മളത് കാണിച്ചു കൊടുത്തതാണ് ലോകത്തിൻ്റെ മുന്നിൽ. 2000 വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര ചരിത്രം എഴുതിയ ആംഗസ് മെഡിസൺ സൂചിപ്പിക്കുന്നു, ഒരു 2.5-3 നൂറ്റാണ്ട് വരെ ലോകത്തിലെ 1ാം നിലയിൽ നിന്ന സാമ്പത്തിക ശക്തിയാണ് ഭാരതം. ഭാരതത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക നിയമങ്ങൾ ഇപ്പോഴും ഭദ്രമാണ്. തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഓരോ വീടുകളും ബാങ്കാണ് ഭാരതത്തിൽ. ഇത് അവർക്ക് മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. നമ്മളെ കുടുംബങ്ങൾ ബാങ്കായി മാറുന്നു. സേവിങ് മെന്റാലിറ്റി ഉണ്ട്. അത് തകർക്കാൻ പല വിധത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട്. സ്റ്റോപ്പ് സേവിങ്, സ്റ്റാർട്ട് ഡ്രൈവിംഗ് പോലുള്ള അഡ്വർടൈസ്മെന്റ് കൊണ്ട് അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തകരാതെ ഭാരതം എല്ലാ മാന്ദ്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. GDP എന്ന് പറയുന്നത്, ഇവിടെ സാമ്പത്തിക വിദഗ്ധന്മാർ ഇരിക്കുന്നുണ്ട്. ഭാരതീയ സാമ്പത്തിക വിദഗ്ധന്മാർ GDP അത്ര മാന്യമായി കണക്കാക്കുന്ന ഒന്നല്ല. എന്നാൽ പോലും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മറുപടി കൊടുക്കണമെങ്കിൽ 2014 നമ്മൾ വളരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി 2014 മുതൽ 2023 വരെയുള്ള വളർച്ചയുടെ തോതൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. എത്ര വലിയ വളർച്ചയാണ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ, ബാഹ്യ കടം GDPയുടെ ആ അനുപാതം പ്രഖ്യാപിക്കുമ്പോൾ 2014 അത് 23.9% ഈ കഴിഞ്ഞ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 18.9 ചുരുങ്ങിയിരിക്കുന്നു. വലിയൊരു മാറ്റമാണ്. 5% വ്യത്യാസം എന്ന് പറയുമ്പോൾ കോടാനുകോടി രൂപകളുടെ മിച്ചത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.
ഇനി ലോകത്തെ മറ്റ് പ്രബലങ്ങളായ വികസിത രാഷ്ട്രങ്ങളുടെ GDP-യുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാരതം എത്രയോ മുന്നിലാണെന്ന് ഈ സാമ്പത്തിക സർവേയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ജപ്പാൻ 2% എങ്കിൽ ഭാരതം അത് 7.8% അടുക്കാണ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ UPI ട്രാൻസാക്ഷൻസ് ആയാലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആയാലും പേയ്മെൻ്റ് ആയാലും ഈ മേഖലയിലൊക്കെ ഭാരതം വലിയ പ്രകാശത്തിൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ കരുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമാണ് അതിൻ്റെ ഡിഫൻസ്, അതിൻ്റെ പ്രതിരോധം. ആ പ്രതിരോധ മേഖലയിലും ഭാരതം വലിയ മുന്നേറ്റം, 3rd ലാർജസ്റ്റ് കോർ മിലിറ്ററി ഗ്രൂപ്പായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. ഇന്ത്യൻ പാരാമിലിറ്ററി എന്ന് പറയുന്നത് ലോകത്തെ 2ാമത്തെ വലിയ ഒന്നാണ്. ഈ കണക്കുകളൊന്നും കേൾക്കാൻ പറ്റിയ മൂഡിലല്ല നിങ്ങളെല്ലാവരും എന്നെനിക്കറിയാം. ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഒരു രാഷ്ട്രത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ്. ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഭാരതം നേടിയ വളർച്ചയെക്കുറിച്ച് പ്രത്യയശാസ്ത്രപരമായി നമ്മുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും സത്യം പറയേണ്ടി വന്നു. നന്ദൻ നിക്കലേനിക്ക് അദ്ദേഹം പറഞ്ഞത് 9-10 വർഷം കൊണ്ട് ഭാരതം നേടിയ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ 65 വർഷങ്ങളായി ഭാരതം നേടിയ വളർച്ചയെക്കാളും വലിയ വളർച്ചയാണ് എന്ന് പറയേണ്ടി വന്നു. അത്തരമൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്താ? എല്ലാ മേഖലയും ഈ വളർച്ചയുടെ ഉദയത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഉത്സവത്തിൻ്റെ സുന്ദരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ കാരണം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന പത്രം അവർ തന്നെ എഴുതിയത്. ഇത് സ്വാതന്ത്ര്യ ലബ്ധി പോലെ മഹത്തരമായൊരു ദിനമാണ് 2014 നടന്നതെന്ന്. ഏതായാലും ആ സ്ഥിരതയെ ഇല്ലാതെയാക്കാനുള്ള വലിയ ഗൂഢാലോചനകൾ ഉണർന്നിരുന്നും ഉറങ്ങിക്കൊണ്ടും ഒക്കെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടി വന്നാൽ അതിന് പ്രതീകമായി പരമശിവനെ വരെ കൊണ്ടുവന്ന് ശിവകാശിയിലടിച്ച കലണ്ടറാണെങ്കിൽ പോലും ശിവകാശിയിലടിച്ച കലണ്ടർ മോശമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ആ കലണ്ടർ ഉയർത്തിപ്പിടിച്ച് വലിയ കണ്ടെത്തലുകൾ നടത്തുന്നു. ശിവൻ വലം കൈയ്യനായിരുന്നു, റൈറ്റ് ഹാൻഡർ ആയിരുന്നു എന്ന് വരെയുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. കാരണം യുദ്ധം ചെയ്യാൻ വലത് കൈ കൊണ്ട് വേണ്ടേ ശൂലം എടുക്കാൻ? എന്തേ ശിവൻ ഇടത് കൈ വാക്കില്ലായിരുന്നോ എന്ന് ചോദിക്കരുത്. ഇടത് കൈയുടെ പുറയിലാണ് ശൂലം കുത്തിവെച്ചിരുന്നത്. അതുകൊണ്ട് സമാധാന പ്രേമിയായിരുന്നു ശിവൻ. ഇത് പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താ? ശിവനും വിഷ്ണുവും തമ്മിലുള്ളൊരു സംഘർഷം, കാർത്തികേയനും ശ്രീരാമനും തമ്മിലുള്ളൊരു സംഘർഷം, ദ്രാവിഡനും ആര്യനും തമ്മിലുള്ള സംഘർഷം, ആത്യന്തികമായി കട്ടിങ് സൗത്ത്, ഈ ദക്ഷിണ ഭാരതത്തെ കട്ട് ചെയ്യുക, മുറിച്ചു മാറ്റുക, ഇവിടെ വലിയ വിഭജനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു വലിയ പരിശ്രമവുമായി ചിലർ നീങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ഇന്ന് ഭാരതത്തിലുള്ള അനേക ദശാബ്ദങ്ങളിൽ കരഗതമാകാതിരുന്ന, ദൂരെ മാറി നിന്നിരുന്ന ആ രാഷ്ട്രീയ സ്ഥിരത ഇന്ന് ഭാരതത്തിന് കൈവന്നിരിക്കുന്നു. രാഷ്ട്രീയ സ്ഥിരതയെ ഇല്ലാതെയാക്കാനുള്ള വലിയ പരിശ്രമം, അതിലൂടെ ഭാരതത്തെ വീണ്ടും വിഭജിക്കുക എന്ന പരിശ്രമം, ബ്രിട്ടീഷുകാരൻ്റെ ശ്രമങ്ങൾ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടുള്ള വ്രതമെടുത്തിട്ടുള്ള ചിലരുടെ നീക്കങ്ങൾ, ഇതിനെയും നമ്മൾ കരുതിയിരിക്കണം. ആ താക്കീത്, ആ മുന്നറിയിപ്പ് കൂടി നൽകുന്ന ഒന്നാണ് ഈ പുതിയ നൂറ്റാണ്ട്. ഭാരതത്തിൻ്റെ ഈ പുതിയ കാലം എന്നത് പ്രതീക്ഷയുടേതാണ്, ഒപ്പം വലിയ താക്കീതുകളുടെ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വീണ്ടും ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരത് മാതാ കി ജയ്.